ഇന്ന് ഞാൻ കാര്യമായിട്ടൊന്ന് തെണ്ടാൻ പോവാണ്. കറക്റ്റ് സമയത്തൊന്നുമല്ല, എന്നോട് സമയം 2:30 ഒരു 3 മണി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാം തപ്പിപ്പെറുക്കി എന്ന് എണീറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പം സമയം പോയി. എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ താമസിക്കുന്ന ഏരിയയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആൾക്ക് കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ആളെന്നെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ സിറ്റി സെൻറ്റർ വരെ ഒന്ന് പോവാണ്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാവിലെ പോവും, രാത്രിയിൽ വരും. ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നല്ല ഇരുട്ടാണ്. പക്ഷേ ഇത്രയും തണുപ്പുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ പോകുമ്പോൾ മാത്രം എന്താണെന്നറിയില്ല, ഭയങ്കര നല്ല സ്ഥലങ്ങളാണ് കാണുന്നത്. അപ്പം തന്നെ എനിക്കത് ക്യാമറയിൽ എടുക്കണം തോന്നുന്നു. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ നോർമലി ഈ സ്ഥലത്തൂടെയൊക്കെ വരുന്നതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെ വന്നത് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാനിവിടെ എവിടെ പോയാലും ഞാൻ കുറേ ഫോട്ടോസ് എടുക്കും, കുറേ വീഡിയോസ് എടുക്കും. എനിക്കിതൊക്കെ ഒരു മെമ്മറി ആയിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ സൂക്ഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ആൻഡ് ലുക്ക് അറ്റ് ദി വ്യൂ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമായിരുന്നു. നേരിട്ട് കാണാൻ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഭയങ്കര രസമായിരുന്നു. പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, പക്ഷേ ഇത് ഞാൻ റെഗുലറായിട്ട് നടന്നു വരുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇന്നത് ഭയങ്കര രസമുണ്ട് കാണാൻ. എന്നും നല്ല രസമാണ്. പക്ഷെ ഇന്ന് എന്തോ പ്രത്യേക ഭംഗിയുണ്ട്. സൂര്യനെ കണ്ടു. ചിലപ്പോൾ സൂര്യൻ്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം, ആ ഒരു ലൈറ്റും കൂടെ ആയതുകൊണ്ടായിരിക്കാം. നല്ല രസമുണ്ട് കാണാൻ. തന്നെ എൻ്റെ സമയം പോയി. ഞാൻ 2:30 എല്ലാമെന്ന് പറഞ്ഞ് അശ്വതിയെ പിടിച്ചവിടെ നിർത്തിയതാണ്. ഞാൻ റെഡിയായി വന്ന് അതിൻ്റെ ഒരു കാർഡും തപ്പി വന്നു കഴിഞ്ഞപ്പോൾ സമയം പോയി. പക്ഷെ ഞാൻ സമയം പോയിട്ട് ഓടി വന്ന റോട്ടിൽ കൂടെ ഓടി വന്ന ഞാനാണ്. പക്ഷെ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നു അവിടെ. എനിവേ നമുക്ക് ഓടിപ്പോവാം. പക്ഷെ അതിനിടയ്ക്ക് എന്തെങ്കിലും നല്ല സാധനങ്ങളോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഫോട്ടോ എടുക്കും. അതെൻ്റെ ഒരു സ്ഥിരമായി പോയി. പോസ്റ്റ് ആവില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ നേരത്തെ ഇരുട്ടാവുന്നതുകൊണ്ട് നേരത്തെ തന്നെ പോകണം. നേരത്തെ പോയിട്ട് നേരത്തെ തിരിച്ച് വരണം. പക്ഷേ എനിക്ക് ഇരുട്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് രാത്രി നടക്കാൻ. അങ്ങനെ രാത്രി നടന്ന ശീലമുള്ള ആളല്ല ഞാൻ. പക്ഷേ എങ്കിലും അവളും കൂടെ ഉള്ളതുകൊണ്ട് മേ ബി ഇന്നൊക്കെ സിറ്റി സെൻറ്ററിൽ ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് സിറ്റി സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനൊക്കെ ആയിട്ട്. അവിടെ ഫുള്ള് ഡെക്കറേഷനൊക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല രസമാണ് അവിടെ കാണാനൊക്കെ ആയിട്ട്. ഒരിടയ്ക്ക് ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങാറുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് ദൂരമുണ്ട്, ബസ്സിന് പോകണം. പിന്നെ ഇവിടെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളടുത്ത് പറയും ആവശ്യമില്ലാണ്ട് പുറത്തൊന്നും ഇറങ്ങണ്ട എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഭയങ്കര നഷ്ടബോധമായിരുന്നു പുറത്തിറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പാടാ. എന്നുവെച്ചാൽ അങ്ങനെയല്ല, സിറ്റി സെൻറ്ററിലൊക്കെ പോയി എല്ലായിടത്തൊന്നും ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ പറയുന്നാരുമില്ല, പട്ടാന്ന് വിചാരിക്കില്ലല്ലോ. ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് രാത്രിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള പ്ലേസൊക്കെ ആയിരുന്നെങ്കിൽ രാത്രിയിലൊക്കെ പോകുമായിരുന്നു. ഈ ഓടിച്ചിട്ടടിയൊക്കെ ഇറങ്ങി എന്ത് ചെയ്യും നമ്മൾ? അങ്ങനെ എപ്പോഴും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇൻ കേസ് നമ്മളിവിടെ അയ്യോപത്തോ വെച്ച് വന്ന് നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുന്നത് ആദ്യമായിട്ട് വന്ന സ്ഥലമല്ലേ. അപ്പോൾ കുറച്ചുകൂടി സേഫായിട്ട് നിൽക്കണമല്ലോ. എല്ലാം അറിഞ്ഞിട്ടൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഇത്ര സമയം പോയി. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു വലിയ ക്യാമറയിൽ ഇനി പോസ്റ്റാക്കി. എന്തായാലും സാരമില്ല, ക്ഷമിച്ചോളുമായിരിക്കും. അശ്വതി ക്ഷമിക്കും. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ബസ്സിൽ പോവാണ്. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഞാൻ അശ്വതിയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ നിന്നാണ് ബസ്സിൽ കയറിയത്. ഇത് കണ്ടോ, ഇത് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഡബ്ലിനിൽ ഉള്ള ഒരു എന്താണ് പോർട്ടൽ സംതിങ് അങ്ങനെ എന്തോ ആണ് ഞാൻ പറയുന്ന പേര്. അതായത് US-ലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് അവരെ കാണാൻ പറ്റും, അവർക്ക് നമ്മളെയും കാണാൻ പറ്റും. നമ്മൾ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് ഗോഷ്ഠി കാണിക്കും, അതേ ഗോഷ്ഠി അവിടെ ഇരുന്ന് ആൾക്കാരെ കാണിക്കും. അങ്ങനെയൊക്കെ ഞങ്ങളവിടെ ചെന്ന് നോക്കി. പക്ഷേ അവിടെ ആദ്യം കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മനുഷ്യനെ കണ്ടില്ല, എന്തോ ഒരു പാലം മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ മീൻസ് നമ്മളതിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് അതുപോലെ അവിടെ നിന്നും ആൾക്കാർ മുന്നിൽ വന്ന് നിൽക്കും. അങ്ങനെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനൊരു സംഭവമാണിത്. പിന്നെ ഞങ്ങൾ നേരെ അവിടെയുള്ള എല്ലാ കടയിലും ഓരോ കടയിലും ഞങ്ങൾ കയറി. ഒന്നാമത്തെ കാര്യം ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല അത്രയും തണുപ്പുണ്ടാവുമെന്ന്. അതുപോലെ തണുപ്പായിരുന്നു.
ഞാനാണെങ്കിൽ ഒരു നോർമൽ ജാക്കറ്റ്, അതായത് കുഴപ്പമില്ലായിരുന്നു, എന്നാലും എനിക്ക് അത്യാവശ്യം തണുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണല്ലോ ഇത്രയും തണുപ്പിലായിട്ടൊരു എക്സ്പോഷർ. അപ്പോൾ ഞാനൊരു ജാക്കറ്റൊക്കെ മേടിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും അശ്വതിയും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടും കൂടെ ഓരോ കടയിലും കയറി. ഓരോ കടയിലൊക്കെ അകത്ത് കയറുമ്പോൾ നല്ല ചൂടാട്ടോ. അപ്പോൾ പിന്നെ അവിടുത്തെ ഒരു ലക്ഷറി ഒരു മോളുണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ നമ്മുടെ ഗുച്ചി, ലൂയിസ് വിൽട്ടൺ, അങ്ങനെ അതിൻ്റെയൊക്കെ ഓരോ ബ്രാൻഡുകൾ ഉള്ള കുറേ സാധനങ്ങൾ, അതൊക്കെ ബ്രാൻഡഡ് സാധനം മാത്രം വിൽക്കുന്നൊരു കടയിൽ ഞങ്ങൾ കയറിയിട്ട് പ്രത്യേകിച്ച് മേടിക്കാനൊന്നും അല്ല, എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ നോക്കാം എന്നൊക്കെ വിചാരിച്ച് സാധനങ്ങളൊക്കെ അത് കാണാം, ഏതൊക്കെ കമ്പനിയാണെന്നൊക്കെ കണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു ലക്ഷറി മാളിലേക്ക് ഒന്ന് കയറി. മരവിച്ചിരിക്കുക മൊത്തം. അശ്വതി മെയിനായിട്ട് വന്നത് അശ്വതിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഒരു കാർഡ് മേടിക്കാനും ഡ്രസ്സ് മേടിക്കാനും പിന്നെ അശ്വതിയുടെ സിസ്റ്ററിനോക്കോ മറ്റോ ഒരു ഗിഫ്റ്റ് കൊടുക്കാനും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവൾ മെയിനായിട്ട് നമ്മുടെ സിറ്റി സെൻറ്ററിൽ വന്നത്. പിന്നെ നമ്മൾ പെന്നീസിൽ കയറിയിട്ട് ഡ്രസ്സ് എടുത്തു. പിന്നെ എനിക്കൊരു ജാക്കറ്റ് മേടിച്ചു. ഫ്രണ്ടിന് മേടിച്ചൊരു കാർഡും പെന്നീസിന് തന്നെ ഒരു ടോപ്പുമാണ്. പിന്നെ സിസ്റ്ററിലേക്ക് ഒരു ഷൂ മേടിച്ചു. ഈ പോകുന്ന പോക്ക് ഫുഡ് കഴിക്കാനുള്ളതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ആക്രാന്തായിരുന്നു. ഞാനാണെങ്കിൽ ആ തിരക്കിൽ ആ സംഭവം അങ്ങ് മറന്നും പോയി. പിന്നെ ഞാൻ എന്തിനാണ് മെയിൻ ഐറ്റം സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്താണ് ദം ബിരിയാണി, ഹൈദരാബാദി ദം ബിരിയാണിയും പിന്നെ വേറെന്തോ ഒരു അടിപൊളി സാധനം ആണ് കഴിച്ചത്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ, പക്ഷേ എല്ലാം അങ്ങോട്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യമായിട്ട് ഈ നൈറ്റിലൊക്കെ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ടൈം എത്രയാണ്? 9:15. കൊള്ളായിരുന്നു എന്തായാലും. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, വിശപ്പായിരുന്നു. എനിക്കെന്താണോ, ഞാനിങ്ങനെ നോർമലി ഞാനെല്ലാം വീഡിയോ എടുക്കുന്നതാണ്, പക്ഷേ ഫുഡ് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഈ റിയൽ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല, കാരണം വീഡിയോ എടുക്കാൻ തോന്നാറില്ല ആ സമയത്ത്. കാരണം വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആ സമയത്ത് നമ്മളങ്ങ് എൻജോയ് ചെയ്ത് അതിൻ്റെ ആ ഒരു മൊമെൻറ്റിലോട്ട് ഒതുങ്ങി പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഫോൺ എടുക്കാനും വീഡിയോ എടുക്കാനും തോന്നാറില്ല. സോ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. എല്ലാ കാര്യവും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ആ ഒരു റിയൽ ലൈഫിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ പിള്ളേരാണ് പുറകെ വന്ന് സൈക്കിൾ ഓടിച്ച് പോയി. പുറകെ വല്ലതും ഉണ്ടോ? ഇടിച്ചിട്ടങ്ങ് പോകും. ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. എനിക്കൊന്ന് ഞാൻ ഗോൾവേന്നൊരു ബിരിയാണി വന്ന സമയത്ത് കഴിച്ചത്. അത് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ബിരിയാണി കഴിക്കുന്നത്. കുറേ നാൾ കൂടി, ഒരു 4 മാസത്തിലായി കാണും. എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്ന കണ്ടോ? എന്ത് ചെയ്യായിരുന്നു ഞാൻ. നല്ല ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കണ്ടായിരുന്നു. ഞാൻ എന്തോ എടുക്കാനേ, ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മോശമായിപ്പോയി. എനിക്കതിനകത്ത് കുറ്റം. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം അലങ്കോലമായിട്ട് അലമാരി വരെ തുറന്ന് കാണുന്നത് എല്ലാം കുളമാക്കിയിട്ടാണ് പോയത്. കാരണം മൊത്തത്തിൽ ഞാനങ്ങനെയാണ്, കൃത്യനിഷ്ഠ തീരെ ഇല്ല. കൃത്യനിഷ്ഠ തീരെ ഇല്ല. അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ തപ്പലും പെറുക്കലും കണ്ടോ, അലമാരിയൊക്കെ തുറന്ന് കിടക്കാം. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഈ രാത്രിയിൽ സിറ്റി സെൻറ്റർ വഴി നടന്നു. എന്ത് രസമായിരുന്നു അറിയാമോ? ഭയങ്കര രസമായിരുന്നു. രാത്രിയിൽ നല്ല ഭംഗിയാണ് കാണാൻ. പകൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ, പകൽ ഞാൻ പോയിട്ടുണ്ട്, രാത്രിയിൽ പോകുമ്പോൾ നല്ല രസമാണ്. അവിടെ ഇപ്പോൾ ക്രിസ്തുമസിൻ്റെയും കൂടെ കുറേ ഡെക്കറേഷൻസും
ഓക്കെ, അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെന്താ, ഫുഡ് കഴിക്കാൻ പറ്റി. കുറേ കടയിൽ കയറി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ അപ്പം എൻ്റെ വീരവാദങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഒരുപാട് മൊമെൻറ്റ്സ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മിസ് ചെയ്തിട്ടുണ്ട്, ആസ് ഐ സെഡ് ബിഫോർ. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ എനിക്കെല്ലാം അങ്ങോട്ടൊന്നും പിടിച്ചെടുക്കാൻ പറ്റിയില്ല. സോ ഹോപ്പ്ഫുള്ളി ഇനി എവിടെയെങ്കിലും തണ്ടാൻ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാം തന്നെ ഒപ്പി എടുക്കാൻ ഞാൻ ശ്രമിക്കാം. കാരണം ഞാൻ തന്നെ ആകെ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ദിവസമായിരുന്നു. താങ്ക്സ് ഫോർ അശ്വതി. അല്ലെങ്കിൽ അശ്വതി വിളിച്ചില്ലായിരുന്നു, ഞാൻ വെറുതെ കടന്നുറങ്ങിയേനെ ആ ദിവസം. എനിവേ, ഐ എം സോ ഹാപ്പി. ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ജേർണലിങ് പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോയെ കണ്ടേക്കുന്നത്. അങ്ങനെ ഞാൻ വലിയ എഡിറ്റിംഗ് സിംഹമൊന്നുമല്ല. ഞാൻ വലിയ കാര്യമായിട്ട് എഡിറ്റ് ചെയ്യുമോ അങ്ങനെ കൂടുതൽ നോക്കി ചെയ്യുകയും ചെയ്തിട്ടൊന്നുമില്ല. ആക്ച്വലി ദിസ് വീഡിയോ ഇസ് ഫോർ മീ. കാരണം എനിക്കൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇൻ കേസ് ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് സന്തോഷം. മെയിൻലി ഐ കൺസിഡർ ദിസ് വീഡിയോ ആസ് മൈ ജേർണൽ. ലൈക്ക് ഞാൻ എൻ്റെ ഒരു മെമ്മറീസ് ഈ ഒരു ടൈമിൽ, ഈ ഒരു ഏജിൽ ഞാനിവിടെ എത്തി, ഞാനിവിടെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ ഒരു 10 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് എടുത്ത് നോക്കണം എന്ന് തോന്നുവാണെങ്കിൽ എനിക്കൊരു ലൈഫ് പോലെ എനിക്കിത് കാണാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്, എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി. മെമ്മറീസ് എവരിത്തിങ്. ലൈക്ക് നമ്മളുടെ ഈ ഒരു ഏജിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എവിടെ പോയാലും ഞാൻ ഫോണും പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുന്നത്. സോ ഇറ്റ് ഡസ് മാറ്റർ. നമ്മൾ എന്തൊക്കെ നമ്മുടെ ലൈഫിൽ നല്ലത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. എനിവേ, ഇനി ഞാൻ ഈ ഒരു പരിപാടി ഇച്ചിരി സീരിയസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ലെങ്തി വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ എൻ്റെ ഫസ്റ്റ് ലെങ്തി വീഡിയോ ആണ്. ബട്ട് ഈ വീഡിയോ കംപ്ലീറ്റ്ലി അൺപ്രൊഫഷണൽ ആയിരിക്കാം കമ്പയറിങ് ടു അതർ യൂട്യൂബേഴ്സ്. ഐ എം നോട്ട് എ യൂട്യൂബർ. ഞാനൊരു യൂട്യൂബറൊന്നും ആയിട്ട് ഇരിക്കാൻ താല്പര്യം മേ ബി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ആവാം. അതെല്ലാം നോക്കാം. ഈ പണി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് നല്ല വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.